ഇത് കണ്ടപ്പോഴേ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. ഞാൻ പണ്ട് ഡ്യൂക്ക് 200 എടുക്കാൻ പോകുന്ന സാഹചര്യത്തിൽ പണ്ട് ഒരു 2019 അത് ബുക്ക് ചെയ്തിട്ട് ഞാൻ ക്യാൻസൽ ചെയ്തത്, അത് V3 എടുത്തത് ഒരു കാര്യമാണ്. ഈ ഒരു വണ്ടിയുടെ എന്താ പറയുക, ഡൗൺ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ TV അതുപോലെ ഇപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ വണ്ടി ലോഞ്ച് ഉണ്ട്, നമ്മുടെ ഡ്യൂക്ക് 160. ഇത് എന്താ പറയുക, ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാണ് ഇപ്പം നിലവിൽ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോട്ടോർ വാൾട്ട്. എന്താ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് KTMൻ്റെ ഷോറൂമിലാണ്. KTMൻ്റെ ഷോറൂമിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഓണം അങ്ങനെ ഒരു ഓണം കൂടെ വരവായി. അപ്പോൾ ഈ ഒരു ഓണത്തിൻ്റെ ഒരു ബേസിൽ എന്തായാലും കുറേ ഓഫർ KTMൽ നല്ല എല്ലാ ബ്രാൻഡിനും കാണും. അപ്പം എല്ലാ ഷോറൂമിലും പോയിട്ട് ഒരു ഷോറൂം വിസിറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ KTMൽ എനിക്ക് വിചിത്രമായിട്ട് തോന്നിയ കുറച്ച് അധികം ഓഫറും കാര്യങ്ങളൊക്കെ തോന്നി. അതുമാത്രമല്ല, നമ്മുടെ പുതിയൊരു വണ്ടിയും കൂടെ വരുന്നുണ്ട്, അതിനെ പറ്റിയിട്ടുള്ളൊരു ഡീറ്റെയിലും കൂടെ ഞാൻ പറയാം. 10 വർഷത്തെ വാറൻറ്റി KTMൻ്റെ വണ്ടിക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാര്യം അറിയാലോ, ഹൈ പെർഫോമൻസ് ഹൈ കംപ്രഷൻ റേഷ്യോ വരുന്ന ഒരു വണ്ടിയാണ്. അപ്പം ജാപ്പനീസ് മോട്ടോർ സൈക്കിളിൽ നിന്ന് കൊടുക്കുന്നത് പോലുള്ള ഒരു 10 വർഷത്തെ വാറൻറ്റി ഒന്നും KTMൽ നിന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല. പക്ഷേ 10 വർഷത്തെ വാറൻറ്റി അവർ കൊടുത്തു. അത് എന്തുകൊണ്ടാണെന്നൊക്കെ ഉള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിക്കാം. അപ്പോൾ എല്ലാ മോഡൽസും ഇവിടെ അവൈലബിൾ ആണ്. നമ്മുടെ അഡ്വഞ്ചർ 390S വേരിയൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ എൻഡ്യൂറോ ഉണ്ട്, പിന്നെ ഡ്യൂക്ക് 250, ഡ്യൂക്ക് 200, ഹസ്ക്വർണ സീരീസ്, അങ്ങനെ എല്ലാ മോഡൽസും RC സീരീസും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എത്ര രൂപ ആണ്, ഒപ്പം നിലവിലുള്ള ഓൺ റോഡ് പ്രൈസ് എത്ര രൂപ കൊടുത്താൽ നമുക്ക് ഇറക്കാൻ പറ്റും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ജസ്റ്റ് ഇന്നത്തെ വീഡിയോയിലോട് കൂടി നമുക്കറിയാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം നമ്മുടെ മച്ചാനാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. പേര് പറഞ്ഞു ബ്രോ? നിഖിൽ. അപ്പം വണ്ടിയുടെ നമുക്ക് ഓൺ റോഡ് പ്രൈസും അതുപോലെ തന്നെ വണ്ടിയുടെ ലോസ്റ്റ് ഡൗൺ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓണമായിട്ട് എന്ത് ഓഫറാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ആക്ച്വലി നമുക്കിപ്പം ഡ്യൂക്ക് 200ൻ്റെ കൂടെ KTMൻ്റെ തന്നെ ഹെൽമെറ്റ് വരുന്നുണ്ട്. KTMൻ്റെ തന്നെ ഹെൽമെറ്റ് ഉണ്ടാവും ഡ്യൂക്ക് 200ൻ്റെ കൂടെ. പിന്നെ നമുക്ക് സ്ക്രാച്ച് ആൻഡ് വിന്ന്, അതുപോലെ പെട്രോൾ കൂപ്പൺസ്, അതുപോലെ വാറൻറ്റി ഓഫർ, ദെൻ 1 ഇയർ റോഡ് അസിസ്റ്റൻസ്. നമുക്ക് 10 വർഷത്തെ വാറണ്ടി എന്ന് പറയുമ്പോൾ എത്ര രൂപ അഡീഷണൽ ആയിട്ട് അടക്കേണ്ടതായിട്ട് വരുമോ? അതോ ബ്രോ നമുക്ക് ആക്ച്വലി ഇപ്പോൾ 390ക്ക് ഫ്രീ ആണ്. 390 ഡ്യൂക്ക് ADV. അതുപോലെ ഇപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ വണ്ടി ലോഞ്ച് ഉണ്ട്, നമ്മുടെ ഡ്യൂക്ക് 160 ലോഞ്ച് ഉണ്ടാവും. അപ്പം നമുക്ക് അതിന് ഓഫറൊക്കെ ഒരു പറയാനുണ്ട്, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമുക്ക് വണ്ടി വന്നാലേ നമുക്ക് ഇനി കറക്റ്റായിട്ട് പറയാൻ പറ്റത്തുള്ളൂ. ലോഞ്ചിന് വിളിക്കുകയാണെങ്കിൽ പോകാനായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അടുത്ത ആഴ്ച തന്നെ കാണൂല്ലേ? അപ്പോൾ എന്തായാലും കാണും. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ കൂടുതലായിട്ട് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമ്മളിപ്പോൾ എൻട്രി ലെവലായിട്ട് ഇരിക്കുന്നത് RC ആണെന്ന് തോന്നുന്നില്ലേ? RC 125. ആക്ച്വലി നമുക്ക് 125 ഡിസ്കണ്ടിന്യൂ ആണല്ലേ? ഓൺ റോഡ് പ്രൈസ് അതുപോലെ EMI ഒക്കെ എങ്ങനെ വരും? അപ്പോൾ നമുക്ക് ഇത് ഓൺ റോഡ് വരുമ്പോൾ ഒരു 240 ആ റേഞ്ചിലൊക്കെ വരും. 240 ഓഫറിൽ എന്തെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് നമുക്കിപ്പോൾ ഒരു ഫസ്റ്റ് ഒരു ഇനീഷ്യൽ എത്ര രൂപ അടക്കേണ്ടി വരും മിനിമം? 125 ആകുമ്പം ബ്രോ നമുക്കൊരു 20,000 ആ റേഞ്ചിൽ അടച്ചാലും മതിയില്ലേ? 20,000 അടച്ചാലും നമുക്ക് ഈ ഒരു വണ്ടി എടുക്കാൻ പറ്റും. ഒരു ബിഗിനർ ട്രാക്ക് ബൈക്ക് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു മാസം നമുക്ക് 125 ആകുമ്പോൾ ഒരു സത്യം പറഞ്ഞാൽ സിവിൽ സ്കോർ ഡിപ്പെൻഡിങ് ആണ്. അപ്പം ഇൻട്രസ്റ്റും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നിരുന്നാലും ഒരു 5,000 6,000 ആ റേഞ്ചിൽ ഇടയ്ക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് ഇവിടെ വന്നാലേ നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ. പ്രൊഫൈലെല്ലാം ചെയ്ത് നോക്കിയാലേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മളിപ്പോൾ ഒരു എമൗണ്ട് പറഞ്ഞിട്ട് ആ എമൗണ്ട് വേണമെന്ന് പറഞ്ഞ് ഇവിടെ കസ്റ്റമർ ഒന്ന് വെള്ളം ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പം നമുക്ക് മിനിമം ഇത്ര എമൗണ്ടിൽ ഈ വണ്ടി അടയ്ക്കാം. ഈ ഒരു എമൗണ്ടിൻ്റെ ഇടയിൽ EMI ആവുകയും ചെയ്യും എന്നുള്ള കാര്യമാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ നമ്മുടെ സ്വന്തം ഡ്യൂക്ക് 200 നമ്മുടെ ഇപ്പം നിലവിലും സെയിൽസ് KTMൻ്റെ അത്യാവശ്യം ഉള്ളൊരു മോഡലാണ് ഡ്യൂക്ക് 200 എല്ലാം പോകുന്നുണ്ട് അത്യാവശ്യം സെറ്റാണ്. അപ്പം നമ്മുടെ പുതിയ TFT ഡിസ്പ്ലേയും പുതിയ ഗ്രാഫിക്സിലൊക്കെ വരുന്ന ആ ഒരു ഡ്യൂക്ക് 200 ആണ്. അപ്പോൾ എത്ര ഉണ്ട് ബ്രോ ഇപ്പം ഓൺ റോഡ്? എത്ര ഉണ്ട്? വിലയൊക്കെ മാറുമോ പഴയ ഇതുപോലെ? നമുക്ക് ബ്രോ ഇതൊരു 250 റേഞ്ചൊക്കെ വരും. പിന്നെ ഓഫറൊക്കെ ചെയ്ത് ഓണമൊക്കെ അല്ലേ? അപ്പോൾ എന്തായാലും നല്ല ഓഫറും കാരണമൊക്കെ പ്രതീക്ഷിക്കാം. 10 വർഷത്തെ വാറണ്ടി ഈ വണ്ടിക്ക് ഉണ്ടോ? നമുക്ക് ആക്ച്വലി ഇതിന് ഓഫറായിട്ട് വന്നിട്ടില്ല. എക്സ്റ്റൻഡ് വാറണ്ടി പേയ്മെന്റ് എടുത്ത് ചെയ്യേണ്ടി വരും. ഒരു ലോസ്റ്റ് ഡൗൺ പേയ്മെന്റ് എത്ര അടക്കണം? ലോസ്റ്റ് ഡൗൺ പേയ്മെന്റ് ഇതൊരു 20-25,000 ആ റേഞ്ചിൽ സെറ്റ് ചെയ്യാം. 25,000 ആ റേഞ്ചിൽ RC 125ന്റെ പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ 5,000 6,000 ആ റേഞ്ചിലേ വരത്തുള്ളൂ. EMI അത് ഇടയിൽ വരും. ഒരു ഊഹക്കണക്ക് നമ്മൾ പറഞ്ഞതാണ്. അപ്പം ഡ്യൂക്ക് 200 ഇത് കണ്ടപ്പോഴേ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. ഞാൻ പണ്ട് ഡ്യൂക്ക് 200 എടുക്കാൻ പോകുന്ന സാഹചര്യത്തിൽ പണ്ട് ഒരു 2019
അത് ബുക്ക് ചെയ്തിട്ട് ഞാൻ ക്യാൻസൽ ചെയ്തത്, അത് ഒരു V3 എടുത്തത്. അപ്പോൾ അന്ന് ഞാൻ BS4 അവസാനിക്കുന്നതിൻ്റെ ആ സമയത്താണ് ഞാൻ ബുക്ക് ചെയ്യാൻ വേണ്ടി പോയത്. അന്ന് ഓൺ റോഡ് പ്രൈസ് ABC വേരിയൻറ്റിന് 190 കണ്ടായിരുന്നു. അപ്പോൾ 6 വർഷം കൊണ്ട് ഏകദേശം ഒരു 60,000 രൂപ ഡിഫറൻസ് ആണ്. അപ്പം വേറെ കാര്യമുണ്ട്, 60,000 ഡിഫറൻസിൽ ഒരുപാട് അപ്ഡേഷനും പിന്നെ തീർച്ചയായിട്ടും ഇപ്പോൾ R15 വിലയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി വാല്യൂ ഫോർ മണിയാണെന്ന് പറയാം. തീർച്ചയായിട്ടും. പിന്നെ നമുക്ക് ഇപ്പം ഒരു ബിഗിനറിന് ഒരു പ്രീമിയം ബൈക്ക് ഓൺ ചെയ്യുന്നുണ്ടെങ്കിൽ കൺഫേം പഴയതുപോലെ നമുക്കിപ്പം ഒരു ബിഗിനറിൻ്റെ ഒരു വണ്ടി പണ്ടത്തെ പോലെ ഒരു എന്താ പറയുക 100 125 ഒന്നും അല്ല, ഇപ്പം 150 ഒന്നും അല്ല, ഒരു 200 ഒക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഡ്യൂക്ക് 200ൻ്റെ കാര്യം എന്ന് പറയുന്നത്. കണ്ടപ്പോൾ ഒരുപാട് നൊസ്റ്റാൾജിയ ഉള്ളൊരു മോട്ടോർ സൈക്കിളാണ് ഡ്യൂക്ക് 200 എന്ന് പറയുന്നത്. ഒരുപാട് ആൾക്കാരുടെ എന്താ പറയുക ഒരു ഡ്രീം ബൈക്കായിരുന്നു അന്നും ഇപ്പോഴും. അതെ, എൻ്റെ ഉൾപ്പെടെ. അതെ അതെ. ബ്രോ ഉപയോഗിക്കുന്നത് ഡ്യൂക്ക് 200? എനിക്ക് ഡ്യൂക്ക് 200 അവിടെ ഉണ്ട്. ആണ്ടാ, ഇതാണ് നമ്മുടെ ആ ഡ്യൂക്ക് 200ൻ്റെ പഴയ ഒരു പഴയ കളറാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇത് ആ 2 മോഡൽസൊക്കെ ഇരിക്കുന്നത് ഇത്രയും അണ്ടർ റേറ്റഡ് ആയി പോയത് എന്താ ഉണ്ടാകുന്ന എനിക്കറിയത്തില്ല, അതിനെപ്പറ്റി നമുക്ക് പറയാം. പിന്നെ നിലവിൽ ഇവിടെ ഇരിക്കുന്നത് എൻഡ്യൂറോ ഉണ്ട്, അതുപോലെ ടോപ്പ് വേരിയന്റ്. ടോപ്പ് വേരിയന്റ് നമ്മുടെ സ്പോക്ക് വീൽസും അഡ്ജസ്റ്റബിൾ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് താഴെ ഒരു ലോഡ് വണ്ടി ഇരിപ്പുണ്ട്. ആ വണ്ടികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 390 ഡ്യൂക്ക് ഇരിപ്പുണ്ടല്ലേ. 390 ഡ്യൂക്ക് സെൻട്രലിൽ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഇത് നമ്മുടെ ബേസ് വേരിയന്റ് X പ്ലസ് ആണ്. X പ്ലസ് അല്ലേ ക്രൂസ് കൺട്രോൾ വരുന്നത്? അതെ. അതിനപ്പുറത്തേക്ക് 250 അഡ്വഞ്ചർ. ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമുക്ക് അങ്ങോട്ട് പോകണ്ടല്ലോ. നമുക്ക് എന്തായാലും എൻഡ്യൂറോ ഒരുപാട് ആൾക്കാർ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു വണ്ടിയുടെ എന്താ പറയുക ഡൗൺ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ. ഇപ്പം നിലവിൽ ഇന്റർനാഷണൽ സ്പെക്ക് ഇറങ്ങിയിട്ടുണ്ട്. വരുന്നുണ്ട്. അപ്പോൾ ഇന്റർനാഷണൽ സ്പെക്കിന് എത്ര ഉണ്ട് ഓൺ റോഡ് പറയുന്നത്? അത് വരുമ്പോൾ നമുക്ക് 460 61 റേഞ്ച് വരും. 461 റേഞ്ച്. എത്ര രൂപ മിനിമം അടക്കേണ്ടതായിട്ട് വരും? എന്നാലും ഒരു 1 ലക്ഷം 1.5 ലക്ഷം അടച്ചെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. പ്രൊഫൈൽ ബേസ്ഡ് ആണ് എല്ലാം. എന്നാലും അത്രയൊക്കെ അടക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അല്ലേ? കൂട്ടി അടക്കാണെങ്കിൽ ബെറ്റർ. കാരണം EMI ഒരു വിഷയം ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ പിന്നെ എൻഡ്യൂറോയുടെ കാര്യം എന്ന് പറഞ്ഞാൽ അതാണ്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ നമ്മൾ ഓൾറെഡി ചാനലിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി വരുന്നത് കുറച്ചും കൂടെ നമ്മുടെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ, ഇത് കുറച്ചുകൂടെ ഹാർഡ് കോറായിട്ട് നമുക്ക് എന്താ പറയണ്ടേ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ADV മോട്ടോർ സൈക്കിൾ. എൻ്റെ ഫേവറേറ്റ് വണ്ടികളിൽ ഇപ്പം നിലവിൽ കിടക്കുന്ന ഒരു വണ്ടി ഈ വണ്ടിയാണ്. എനിക്ക് എടുക്കണമെന്ന് ഇപ്പം നമ്മുടെ ഈ ഒരു സെഗ്മെൻറ്റിൽ എടുക്കണമെന്നൊരു താല്പര്യത്തിൽ നിൽക്കുന്ന, നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി, നാളെ വേണ്ട എടുക്കാൻ പറ്റുന്നൊരു വണ്ടി. സൂപ്പർ ഡ്യൂക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇനി എത്ര നാൾ കഷ്ടപ്പെടണമെന്ന് തമ്പുരാനറിയാം. അപ്പോൾ ഈ വണ്ടിയുടെ കാര്യം നമുക്ക് ഒന്ന് പരിഗണിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാര്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് യാത്ര ചെയ്യാനും അത്യാവശ്യം പവർഫുള്ളായിട്ടുള്ളൊരു വണ്ടിയും ഒരുപാട് ഫീച്ചർ. ഈ വണ്ടിയല്ല ഉദ്ദേശിക്കുന്നത്, നമുക്ക് താഴെ ഇരിക്കുന്ന വണ്ടി മതി, X മതി. Xന് എത്ര വരും ഓൺ റോഡ് പ്രൈസ്? X വരുമ്പോൾ 380 ഓൺ റോഡ് വരും. മിനിമം എത്ര രൂപ അടക്കേണ്ടി വരും? അതിന് നമുക്ക് ഒരു 60 70 ആ റേഞ്ച് എന്തായാലും ഒരു 1 lakh മിനിമം അടക്കേണ്ടതായിട്ട് വരും. 1 lakhനടുത്ത് ഓൺ റോഡ് സിബിൽ ഡിപ്പെൻഡ് ആണ്. ഒരു 10 രൂപ അടവൊക്കെ വരുമല്ലേ? 10 രൂപ കൊണ്ടേക്ക് വരും. 10 രൂപ കൊണ്ടേക്ക് വരും. എൻ്റെ കൂടെ 10 രൂപ വരും അടവ്? തന്നെ വരും. വരില്ല, അത് തന്നെ വരും. അതും തമ്മിൽ 1 lakh ഡിഫറൻസ് ഉണ്ടല്ലേ? ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അതുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിന് സ്പോക്ക് വീല് വരും, ക്രൂസ് കൺട്രോൾ വരും, പിന്നെ അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ വരും. പിന്നെ അതിൽ തന്നെ ഒരു പ്ലസ് വേരിയൻ്റ് ഉണ്ട്, ക്രൂസ് കൺട്രോൾ വരുന്നില്ലേ? അത് ആക്ച്വലി പ്ലസ് വേരിയൻ്റ് ആണ് ഇരിക്കുന്നത്. അത് പ്ലസ് വേരിയൻ്റ്. നമുക്ക് ബേസ് വേരിയൻ്റ് ഇവിടെ ഇരിപ്പില്ല. അത് പ്ലസും ഇത് ടോപ്പ്. പ്ലസ്സിൽ എന്താ വരുന്നത്? ക്രൂസ് കൺട്രോൾ. നമുക്ക് ക്രൂസ് കൺട്രോൾ ആ ഒരു കാര്യങ്ങളൊക്കെയാണ്. ക്രൂസ് കൺട്രോൾ, സ്പീഡ് കൺട്രോൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ ടോപ്പ് എൻഡ് വേരിയൻറ്റ്. ഇതും നമ്മുടെ എൻഡ്യൂറോട്ട് എന്താണ് ഇത് വരുന്നത് പ്രൈസിൽ ഡിഫറൻസ്? എത്ര രൂപ ഡിഫറൻസ് ഉണ്ട്? നമുക്ക് ആക്ച്വലി ഇതിനാണ് പ്രൈസ് കുറച്ചും കൂടി കൂടുതലില്ലേ? എത്ര ഉണ്ട് ഓൺ റോഡ്? ഇത് നമുക്ക് 480 റേഞ്ച് വരുന്നത്. 480 വരുന്നുണ്ടല്ലേ? അപ്പം 480 വരുന്നൊരു മോഡലാണ്. അതിനുള്ള ഫീച്ചറും കാര്യങ്ങളും പെർഫോമൻസും കംഫർട്ടും എല്ലാം തന്നെ ഈ ഒരു വണ്ടിയുടെ ഭാഗത്തുണ്ട്. പില്ലിന് കുറച്ച് കംഫർട്ട് കുറവാണെന്ന് തോന്നുന്നു. ഞാൻ ഇതുവരെ ടെസ്റ്റ് ചെയ്തിട്ടില്ല. ഇതിൻ്റെ ആ ഒരു ഷേപ്പ് കണ്ടിട്ട് പറഞ്ഞതാണ്. ഒരു പക്ക കുഴപ്പമില്ല. കാരണം നമുക്ക് ഇവിടെ ആക്ച്വലി നമുക്ക് ഫാമിലി വരുന്ന ആൾക്കാരൊക്കെ അഡ്വഞ്ചറാണ് കൂടുതലും നോക്കുക. അവർക്ക് മെയിൻ 390 വേണം, 250. അപ്പം ഫാമിലി മെയിൻ വരുന്നത് ഇപ്പം സീറ്റിങ്ങിനായിരുന്നാലും നമുക്കെല്ലാം ഓൾമോസ്റ്റ് സെയിം ഒക്കെ തന്നെയാണ്. അപ്പം ഫാമിലി ഇവിടുന്ന് ഒരു
10 വണ്ടി പോയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് 8-9 ഫാമിലി ആ ഒരു ഇതിലാണ് വണ്ടി പോകുന്നത്. ഫാമിലി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയല്ലേ? എല്ലാം ടെസ്റ്റ് റൈഡ് എല്ലാം നോക്കി ഫാമിലിക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ ഇപ്പം വൈഫാണെങ്കിൽ വൈഫ് അല്ലെങ്കിൽ സിസ്റ്റർ മാത്രം ആരായാലും അങ്ങനെ എല്ലാവരും കൂടി ഒരു പ്രിഫറൻസ് നോക്കിയിട്ടാണ് ഇവിടെ 250 പോകുന്നത്. അപ്പോൾ ഫാമിലി അങ്ങനെയൊക്കെ ഉള്ളവർക്ക് 250 സുഖമായിട്ട് ചൂസ് ചെയ്യുന്നത്. 250 ആണ് ഞാൻ എൻ്റെ റിവ്യൂ വീഡിയോയിലും പ്രിഫർ ചെയ്തത്. കാര്യം ഒരു കുറച്ചുകൂടെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇത് നമുക്കൊക്കെ ഇത് നമ്മുടെ ഒരു ലെവലുള്ളവർക്ക് നമുക്ക് 390 അതായത് പവർ അത്ര വേണ്ടവർക്ക് 390 കൊണ്ടുനടക്കും. ഫാമിലി ആയിട്ടുള്ളവർക്ക് 250 ആ റേഞ്ച് ചൂസ് ചെയ്യാം. അപ്പോൾ അതെ നമ്മുടെ ഈ വണ്ടിക്കും ഒരു നല്ല പ്രൊഫൈലൊക്കെ ഉണ്ടെങ്കിൽ 80,000 രൂപ ആ റേഞ്ചിലൊക്കെ ഇറക്കാൻ പറ്റൂലേ? അപ്പം ഞാൻ പ്രിഫർ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 80,000 രൂപയൊക്കെ ഞാൻ പ്രിഫർ ചെയ്യാൻ ചാൻസ് കുറവാണ്. ബട്ട് നല്ല ശമ്പളവും കാര്യങ്ങളൊക്കെ മാസം ഒരു 1 lakh സാലറി ഒക്കെ ഉള്ളവരാണെങ്കിൽ പുഷ്പം പോലെ അടച്ചു തീർക്കാന്നേ ഉള്ളൂ. അപ്പോൾ ഈ കാണുന്ന നമ്മുടെ ഡക്കാർ, എനിക്ക് മെയിനായിട്ട് ഇഷ്ടം ഈ ഒരു വണ്ടിയുടെ പുതിയ ഒരു പഴയ അഡ്വഞ്ചറിൽ നിന്ന് കുറച്ചും കൂടെ ഷാർപ്പായിട്ട് കുറച്ചും കൂടെ അഗ്രസീവായിട്ടുള്ള ആ ഒരു ഇതേ കണ്ടില്ല. ഡക്കാർ സ്റ്റൈലിങ്ങിൽ വരുന്ന ടെയിൽ സെക്ഷനും ആ ഒരു സീറ്റിങ്ങും ആ ഒരു വൈസറൊക്കെയാണ് എനിക്ക് എല്ലാത്തിലുപരി ഈ ഒരു ബ്രാൻഡിനോട് ഒരു വല്ലാത്തൊരു ഇഷ്ടമാണ്. കേറ്റുന്ന അല്ലേ? അറിയാം ബ്രോയുടെ വീഡിയോ ഒക്കെ. അതെ. എനിക്ക് ഇഷ്ടമുള്ള 2 മെയിൻ ബ്രാൻഡുകൾ എന്ന് പറഞ്ഞാൽ യമഹായും KTM. എൻ്റെ ഒരു ഫേവറേറ്റ് 2 ബ്രാൻഡുകളാണ്. പിന്നെ ഇത് നമ്മുടെ ഇത് എന്താ പറയുക, ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാണ് ഇപ്പം നിലവിൽ? ആക്ച്വലി എൻക്വയറി വരുന്നുണ്ട്. ആക്ച്വലി ഹസ്ക്വറിന്റെ ബ്രാൻഡ് അങ്ങനെ വലുതായിട്ട് നമുക്കൊരു സെലക്റ്റഡ് ഓഡിയൻസ്, ഒരു ചെറിയൊരു ഓഡിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ തയ്പ്പിക്കുന്നവരാണ്. നമ്മൾ ഓർഡർ ഉണ്ടെങ്കിൽ അത് പ്രൊഡക്ഷൻ ചെയ്ത് വരും, കൊടുക്കും. ആക്ച്വലി ഇവിടെ ആണല്ലേ? കുഴപ്പമില്ല. ആക്ച്വലി നല്ല വണ്ടി സെറ്റാണ്. പിന്നെ ഓടിച്ചവർക്കാണ് അതിൻ്റെ പവർ. എനിക്ക് തോന്നുന്നു ഡ്യൂക്കിനെ പോലും വെല്ലുന്ന പെർഫോമൻസ് ആണ് ഹസ്ക്വറിനൊക്കെ ഉള്ളത്. ആ ഗിയർ റേഷ്യോയും ഫ്യൂലിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിലേ. അപ്പോൾ 4-1 വന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്ക് ഈ ഒരു വണ്ടിയിൽ. കാര്യം ഡ്യൂക്കിനേക്കാളും വിലക്കുറവാണ്, അതിനേക്കാളും പെർഫോമൻസ് എന്തായാലും പ്രതീക്ഷിക്കാം. നമ്മൾ 250 പഴയ ഓടിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് ഇപ്പം നിലവിൽ ഇതിന് എത്ര ഉണ്ട് ഓൺ റോഡ് പ്രൈസ്? ഡ്യൂക്കിൽ വരുന്ന ഏകദേശം സെയിം ഫീച്ചറും കാര്യങ്ങളൊക്കെ തന്നെ അതെ. ആ ഒരു TFT ഡിസ്പ്ലേയും ആ ഒരു യൂണീക്കായിട്ടുള്ള ഡിസൈനും കാര്യങ്ങൾ ഹാൻഡിലിങ്ങും ഒക്കെയാണ് ഈ ഒരു വണ്ടിയിൽ നമുക്ക് കാണാൻ സാധിക്കുക. നല്ല റോ ആയിട്ടുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ ഇത് സ്പെയറും പാർട്സ് കിട്ടത്തില്ലെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. അത് ഇല്ലേ ബ്രോ? ഇത് ഓർഡർ ചെയ്ത സാധനം എന്തായാലും വരും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതിപ്പോൾ അധികം ഇറങ്ങാത്ത വണ്ടിയാണ്ട് ഷോറൂമിൽ എന്തായാലും സ്റ്റോക്ക് കാണാൻ ചാൻസ് കുറവാണ്. പക്ഷേ നമ്മുടെ ബജാജ് മാർക്കറ്റിൽ നിന്നൊരു വണ്ടിക്ക് സ്പെയർ കിട്ടത്തില്ലെന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ മഹാപൊട്ടത്തരാന്നേ ഞാൻ പറയത്തുള്ളൂ അല്ലേ? എത്ര ഉണ്ട് ഓൺ റോഡ് പ്രൈസ്? ഇത് നമുക്ക് 385 അറിയില്ല. 385 അതാണ് വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ. മിനിമം ഈ പറഞ്ഞ പോലെ ഒരു 1 lakh ഒക്കെ അടച്ചാൽ നമുക്ക് വണ്ടി ഇറക്കാന്നേ ഉള്ളില്ലേ? സെയിം പ്രൈസ് ആണെന്ന് തോന്നില്ലേ നമ്മുടെ എക്സ് വേരിയൻ്റുമായിട്ട് അഡ്വഞ്ചറിൻ്റെ? ഒരു 3000-2000 ഡിഫറൻസ് ഒക്കെ ഉണ്ട്. ഡിഫറൻസ് വരുത്തുള്ളൂ. അപ്പോൾ ആയിട്ടില്ല ബ്രോ. എസ് നമുക്ക് 4 ഉണ്ട്, ടോപ്പ് വേരിയൻ്റ് 4 ഉണ്ട്. ഇത് 385 എക്സിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ ഈ കാണുന്നത് നമ്മുടെ 250 ആണ്. നമ്മുടെ ഡ്യൂക്ക് 250യുടെ സെയിം എഞ്ചിൻ കാര്യങ്ങളൊക്കെ നമ്മുടെ 300യുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു യുണീക്ക് വണ്ടി, അധികം കാണത്തില്ല. എത്ര ഉണ്ട് ഓൺ റോഡ്? സ്കോറിന ഞാനിതൊരു ഈ വണ്ടി ഓടിച്ചു നോക്കിയിട്ടില്ല, പക്ഷേ ഡ്യൂക്ക് 250 ഓടിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. എങ്ങനെയുണ്ട് സാധനം? അത് ഓൺ റോഡ് പ്രൈസ് എത്ര ഉണ്ട്? നമുക്കത് ഒരു 314 ആ റേഞ്ച് ഓൺ റോഡ് എടുക്കാം. നമുക്ക് എത്ര നമ്മൾ ചെയ്ത് കൊടുക്കാം? ഫസ്റ്റ് എത്ര അടയ്ക്കാം? അത് നമുക്കൊരു 80,000 ആ റേഞ്ചിൽ അടയ്ക്കാൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 8,000 റേഞ്ചിലൊക്കെ 10 നിൽക്കൂലേ? അപ്പോൾ അതാണ് ഈ വണ്ടിയുടെ കാര്യങ്ങൾ. മാക്സിമം ഡൗൺ പേയ്മെൻറ്റ് കൂട്ടും തോറും അടവും കുറഞ്ഞിരിക്കും. നമ്മൾ ഈ പറയുന്നതേ ഈ അടവിൻ്റെ കാര്യം പറയുന്നത് നിങ്ങൾ ഒരിക്കലും എന്തിനും ഇത്രയും വലിയ അടവ് കൊടുത്ത് ബൈക്കൊക്കെ എടുക്കുന്ന കാർ എടുക്കത്തിന് നമ്മൾ ഏറ്റവും ലോസ്റ്റ് ഡൗൺ പേയ്മെൻറ്റിലുള്ള കാര്യമാണ് പറയുന്നത് അല്ലേ? അപ്പോൾ നിങ്ങളിപ്പം ക്യാഷൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എൻഡ്യൂറോയുടെ കാര്യം പറഞ്ഞില്ലേ, നമ്മളെത്ര 80 രൂപയല്ലേ പറഞ്ഞു? എൻഡ്യൂറോ 80 ലോസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് നല്ല പ്രൊഫൈലുണ്ടെങ്കിൽ 80 രൂപ കിട്ടും. പക്ഷേ നിങ്ങളൊരു ക്യാഷൊക്കെ സേവ് ചെയ്ത് ഒരു 2.5 ഒരു 1.5 അടച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിൽ നമുക്ക് മാസം വലിയ വിഷയം വരുത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ KTMൻ്റെ വണ്ടികളുടെ ആ ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഡ്യൂക്ക് 250യുടെ കാര്യം പറഞ്ഞില്ലെന്ന് തോന്നില്ലേ? ഇപ്പോൾ ഈ വണ്ടി ഒരുപാട് റോഡിൽ കാണുന്നുണ്ടല്ലേ ബ്ലാക്ക് കളർ? ബ്ലാക്ക് ഒരുപാട്. ഇതിൻ്റെ എബോണി ബ്ലാക്ക് അല്ലേ? എബോണി ബ്ലാക്കാണ്. നല്ല കിടിലൻ ലുക്കാണ് ഈ ഒരു വണ്ടിക്ക് എന്തായാലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. എത്ര ഉണ്ട് ഓൺ റോഡ്?
ഇത് നമുക്ക് 3 ലാഖിന് അടുത്ത് വരുന്നുണ്ട്. 3 ലാഖ് അടുത്ത് വരുന്നുണ്ട്. അപ്പം പഴയ വേരിയൻ്റുമായിട്ട് ഒരുപാട് ഫീച്ചർ കൂടിയിട്ടുണ്ട്, ഡിസൈനും മാറിയിട്ടുണ്ട്, വലിയ എമൗണ്ടും കൂടിയിട്ടില്ല. ഇപ്പോൾ ആക്ച്വലി ഡിസ്കൗണ്ട് കിടക്കുകയാണ് വണ്ടി. നമുക്ക് ഒരു 25,000 ക്യാഷ് ഡിസ്കൗണ്ടിൽ കിടക്കുകയാണ് വണ്ടി. 25,000 ഇല്ലേ? ഷോറൂമിൽ 25,000 ക്യാഷ് ഡിസ്കൗണ്ട് കിടക്കും. അത് കഴിഞ്ഞിട്ടുള്ള എമൗണ്ടാണ് ഇപ്പം പറഞ്ഞത് 3 അപ്പോൾ അങ്ങനെയൊക്കെയാണ് വണ്ടിയുടെ ആ ഒരു കാര്യങ്ങളെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു 80,000 അടച്ചാൽ മതിയായിരിക്കും അല്ലേ? ഇത് നമുക്കൊരു 40-50 എടുക്കാം അല്ലേ? 40 രൂപ ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് ഈ വണ്ടിയുടെ കാര്യങ്ങൾ. അത് 5,000-6,000 ആ റേഞ്ചിലൊക്കെ നിൽക്കില്ലേ? നമുക്ക് 50,000 ഒക്കെ വരുവാണെങ്കിൽ ഒരു 7,000-6,000 ആ റേഞ്ചിലൊക്കെ വരും. അതൊക്കെയാണ് വണ്ടിയുടെ EMI ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ കഴിവുള്ളവർ വന്ന് റെഡി ക്യാഷിന് എടുക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ എമൗണ്ട് കൊടുത്തെടുക്കുക. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ ലോസ്റ്റ് ഡൗൺ പേയ്മെന്റ് എടുക്കുന്ന ആൾക്കാർ അത്യാവശ്യം നല്ല വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും എടുക്കുന്നത്. അല്ലെങ്കിൽ അത്രയും ഓക്കെ ആയിരിക്കും. അതാകുമ്പോൾ കുറച്ച് ക്യാഷ് അവർക്ക് സേവ് ചെയ്യാമല്ലോ, മാസമല്ലേ പോകത്തുള്ളൂ, ഫസ്റ്റ് ഫുൾ എമൗണ്ട് അടയ്ക്കണ്ടല്ലോ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ KTMന്റെ വണ്ടികളുടെ ഡീറ്റെയിൽ എന്ന് പറയുന്നത്. 10 വർഷത്തെ വാറണ്ടി, 1 ഇയർ റോഡ് അസിസ്റ്റൻറ്റ്, പിന്നെ വേറെ എന്തെങ്കിലും നമുക്ക് ഹെൽമെറ്റ് ഡ്യൂക്ക് 200ന്റെ ഹെൽമെറ്റ് ഓഫർ കറന്റ് വരുന്നുണ്ട് നമുക്ക്. പിന്നെ നമുക്ക് ഓണം പ്രമാണിച്ച് സ്ക്രാച്ച് ആൻഡ് വിൻ, പെട്രോൾ കൂപ്പൺ, അങ്ങനത്തെ കുറച്ച് അങ്ങനെ നമുക്ക് ഷോറൂമിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിലിംഗ് അതൊക്കെ കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫേവറേറ്റ് KTM വണ്ടി ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലാണ്.